ദളിത് ആക്ടിവിസ്റ്റ് ശ്രീമതി ധന്യാരാമൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ. ശ്രീമതി ധന്യാരാമൻ, ഒരുപാട് തവണ പല സന്ദർഭങ്ങളിലായി അട്ടപ്പാടിയിലെ ജനങ്ങളുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എത്രയോ പദ്ധതികൾ വരുന്നു, ഇപ്പോഴും പണം കിട്ടുന്നില്ല, കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നതാണ് ഒരു പരാതിയായി വരുന്നത്. ഇന്ന് തന്നെ ഈ ദേവി എന്ന അമ്മ പറഞ്ഞത്, ആ കുഞ്ഞുങ്ങളെ അപകടമുണ്ടായി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ്. ബൈക്കിലാണ് കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചത്. ഇത് എന്തുകൊണ്ടാണ് ഇത് നിരന്തരം സംഭവിക്കുന്നത് ശ്രീമതി ധന്യാരാമൻ? ഇന്നലെ ഈ രാത്രി വാർത്ത കേട്ടപ്പോൾ തന്നെ ഇന്നലെ അഗളി ഡിവൈഎസ്പിയെ വിളിച്ചിട്ട് ഇത് കൺഫേം ചെയ്തിരുന്നു, ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ. അപ്പൊ കേട്ടപ്പം തന്നെ ഭയങ്കര ഞെട്ടിപ്പോയത്. അങ്ങനെ എന്താണ്, ഷോക്ക്ഡാണ്. കാരണം നമ്മളെല്ലാരും പറയും എല്ലാം അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഒരു ആശുപത്രിയിൽ പോകാനോ ഒരു കയറി കിടക്കാനോ ഒരിടോ ഭക്ഷണമോ അവന് തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യമോ ഇത് മാത്രമാണ് അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇതുപോലും നമുക്ക് ഇതുവരെ പൂർത്തീകരിക്കാനായിട്ടില്ല. നിർഭാഗ്യവശാൽ കുറെ സ്ഥലങ്ങളിൽ അത് ചെയ്തു വരുന്നുണ്ടെങ്കിലും ഇതിന്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ പിന്നെ ഇതിലൊന്നും ഭാഗമാകാതെ കുറച്ച് മനുഷ്യർ നിൽക്കുന്നതായിട്ട് കാണാം. അവരെ കൂടി പിന്നെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഈ രാജ്യം ഈ നാട് എന്താണ് എല്ലാവരുടേതുമാണെന്ന് പറയാൻ പറ്റും. ഞങ്ങൾ ഒരിക്കലും ജാതി മതത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല വീട് കൊടുക്കണം എന്ന് പറയുന്നത്. ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത എല്ലാ മനുഷ്യർക്കും, ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി നൽകണം, വീടില്ലാത്തവർക്ക് വീട് നൽകണം. അത് ഒരു മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള ആവശ്യമാണ്. അതുപോലും ഫുൾഫിൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഇനിയും കണക്കുകൾ അനുസരിച്ച് ഇനിയും ഏകദേശം 3 ലക്ഷത്തോളം വീടുകള് പിന്നെ പാർശ്വവൽകൃത പിന്നോക്ക വിഭാഗങ്ങളിലേക്ക് കിട്ടാനുണ്ടെന്നാണ് ഇപ്പോഴും സർക്കാരിന്റെ തന്നെ രേഖകളിൽ കാണിക്കുന്നത്. അപ്പൊ ഈ 10 വർഷം മുമ്പേ ഈ ലൈഫ് പദ്ധതി ഭയങ്കര സ്ലോ ആയിരുന്നു. അതായത് ആദിവാസി മേഖലയിൽ വയനാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് 35,000 വീടുകൾക്ക് പൈസ കൊടുത്തിട്ട് 35,000 വീടുകളുടെ പൈസയും കോൺട്രാക്ടർമാർ വാങ്ങിച്ചുകൊണ്ട് പോകും. അതിൽ വെറും 15,000 വീടുകൾ മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ. അപ്പൊ വീണ്ടും ഈ ബാക്കി വരുന്ന 20,000 വീടുകൾ പൂർത്തീകരിക്കേണ്ടി വരും. അങ്ങനെ ഒരു അധികം ഫണ്ട് ഈ മേഖലയ്ക്ക് വേണ്ടി കണ്ടെത്തണം. അതായത് ഭൂമിക്ക് പലപ്പോഴും ഈ ആദിവാസി മേഖലകളുടെ ഈ പുനരുദ്ധാരണത്തിന് വേണ്ടി, അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ഓരോരോ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, ഫണ്ട് വകയിരുത്തുന്നു. പക്ഷേ ഫലത്തിൽ അതൊന്നും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ ഈ 2 കുട്ടികൾ തന്നെ, അവർ മരിച്ചത് വളരെ കാലപ്പഴക്കം വന്ന ITDPയുടെ വീടുകൾ ഇടിഞ്ഞു വീണാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോ പറഞ്ഞോളൂ. സൺഷെയ്ഡ് തകർന്ന് വീണെന്നാണ് പറഞ്ഞത്. അപ്പൊ എത്രയോ 8 വർഷം അത് മഴയും വെയിലും കൊണ്ട് ദ്രവിച്ചു പോയി. അതിനകത്ത് എവിടെയെങ്കിലും ബെൽറ്റ് വാർത്തിട്ടുണ്ടെങ്കിലോ ഒരു കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അതെല്ലാം ദ്രവിച്ചു പോയിട്ട് ആണ് അത് ഇടിഞ്ഞു വീണിരിക്കുന്നത്. അപ്പൊ അത്തരം ഒരു സാഹചര്യങ്ങളിലേക്ക് പോകാതെ ഇപ്പൊ സേഫ് പദ്ധതി കൊണ്ടുവന്നു. ആദിവാസികൾക്ക് 2.5 ലക്ഷം രൂപയാണ് സേഫ് പദ്ധതിക്ക്. അതായത് പൂർത്തിയാക്കാത്ത വീടുകൾ ഇനി എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവർക്ക്. അപ്പൊ ആ പദ്ധതി പോലും ഇവർക്ക് ഉതകിയിട്ടില്ല എന്നുള്ളതാണ് ആ വീട് എങ്ങനെ കിടക്കാൻ കാരണം. ആ പദ്ധതി പോലും ഇവർക്ക് ഉപകാരപ്പെട്ടില്ല. അപ്പൊ 8 വർഷമായിട്ട് 2 വർഷം പഴക്കമുള്ള വീടുകൾക്ക് ജനലും കഥ കൂട്ടില്ലെങ്കിൽ പോലും സേഫ് പദ്ധതി അനുസരിച്ച് പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ വീട് പൂർത്തീകരിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇവർക്കൊരു സഹായം കിട്ടാനായിട്ട് വാഹന സൗകര്യം പോലും ഇല്ലാത്ത ഊരുകളിൽ? ഇപ്പൊ ഈ അഗസ്ത്യർ വനത്തിലൊക്കെ ആദിവാസികൾക്ക് ജീപ്പുണ്ട്. ആ ജീപ്പ് സൗകര്യം അവർ തന്നെ പേ ചെയ്ത് അവർ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അപ്പൊ അത് തന്നെ മറ്റു ഊരുകളിലേക്കും അതൊക്കെ ചെയ്യാവുന്നതാണ്. കാരണം ഈ ദുർഘട വനമേഖലയിലുള്ളവർ വൈൽഡ് ഫോറസ്റ്റിലും ഈ റിസർവ് ഫോറസ്റ്റിലും താമസിക്കുന്നവർക്ക് വാഹന സൗകര്യം അടക്കം ലഭ്യമാക്കേണ്ടത്. നമുക്ക് സഞ്ചരിക്കുന്ന ആംബുലൻസുകളുള്ള ഡിപ്പാർട്ട്മെന്റ് ആണിത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർക്ക് പെട്ടെന്ന് ഈ സർവീസ് ഒന്നും കിട്ടാതെ പോയെന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. അത്തരം ഒരു സർവീസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ മരിച്ച കുട്ടികളുടെ അമ്മ ദേവി പറഞ്ഞതുപോലെ അവരെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ഒരു കുഞ്ഞെങ്കിലും ചിലപ്പോൾ രക്ഷപ്പെടുമായിരുന്നു. ബൈക്കിലാണ് അവരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളത്. ശ്രീമതി ധന്യാരാമൻ, ഏതായാലും വളരെയധികം നന്ദി താങ്കൾ പ്രതികരിച്ചതിന്. എനിക്ക് തോന്നുന്നു ശ്രീമതി ധന്യ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ എവിടേക്കാണ് ഈ ഫണ്ടുകളൊക്കെ പോകുന്നത്? അട്ടപ്പാടി മേഖലയിൽ ആദിവാസികളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള പദ്ധതികൾ ഫലം കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അത് യാഥാർത്ഥ്യമാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ആരാണ് ഇതിൽ ഈ തട്ടിപ്പുകൾ നടത്തുന്നത്? ഈ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.